നമസ്കാരം, ഞാൻ ഡോക്ടർ തങ്കം, കൺസൾട്ടൻറ്റ് ഫിസിഷ്യനാണ്. ഞാനിന്ന് പറയാൻ പോകുന്നത് പ്രമേഹത്തെ പറ്റിയാണ്. ഇന്ന് ലോകമെമ്പാടും പ്രമേഹം വർദ്ധിച്ചു വരികയാണ്. ഇപ്പോഴത്തെ രണ്ട് പ്രധാന എപ്പിഡമിക്സ് എന്ന് പറഞ്ഞാൽ ഒബീസിറ്റിയും പ്രമേഹവുമാണ്. ഒബീസിറ്റി എന്ന് പറഞ്ഞാൽ അമിതവണ്ണം ഉണ്ടെങ്കിൽ അത് പ്രമേഹത്തിലോട്ട് നയിക്കും. പിന്നെ പ്രമേഹം ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളും വ്യായാമമില്ലായ്മ, പിന്നെ അതുപോലെ പാരമ്പര്യമുള്ളവർക്ക് അച്ഛനമ്മയ്ക്കും ഡയബറ്റീസ് ഉണ്ടെങ്കിൽ മക്കൾക്ക് വരാം. അതുകൂടാതെ ചില മെഡിസിൻസ് കഴിക്കുകയാണെങ്കിലും അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ എത്ര തരം പ്രമേഹമുണ്ട് അത് എല്ലാവരും അറിഞ്ഞിരിക്കണം. അത് ടൈപ്പ് 1 പ്രമേഹം, അത് സാധാരണ കുഞ്ഞുങ്ങളിൽ കാണുന്നു. അത് ജനിച്ച ഉടനെ ഉണ്ടാകാം. ഏത് സ്റ്റേജിൽ വേണമെങ്കിലും ടൈപ്പ് 1 ഡയബറ്റീസ് ഉണ്ടാകാം. പിന്നെ അതുപോലെ തന്നെ ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ പണ്ട് 40 വയസ്സുകളിൽ കണ്ടിരുന്ന പ്രമേഹം ഇന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്ന ചേഞ്ചസ് കൊണ്ട് 10 വയസ്സായ കുട്ടികളിൽ പോലും പ്രമേഹം കണ്ടുവരുന്നു. പിന്നെ ഉള്ളത് ഗർഭിണികളിലെ പ്രമേഹം എന്ന് വെച്ചാൽ ഇന്ന് ലോകമെമ്പാടും പ്രമേഹം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിൽ ഇന്ത്യയും ചൈനയുമാണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സമൂഹത്തിൽ പെൺകുട്ടികളുണ്ടെങ്കിൽ അവർക്കും പ്രമേഹം വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഗർഭിണികളെ പ്രമേഹം എന്ന് പറഞ്ഞാൽ നമുക്ക് ഗർഭാവസ്ഥയിൽ പ്രമേഹം വരികയും എന്നാൽ പ്രസവം കഴിഞ്ഞാൽ അത് ഇല്ലാതാവുകയും ചെയ്യും. അത് കാരണം എല്ലാവരും അതിനെപ്പറ്റി വളരെയധികം ശ്രദ്ധിക്കാറില്ല. എന്നാൽ ഇവർക്ക് പിന്നീട് പ്രമേഹം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ കുഞ്ഞുങ്ങൾക്കും പ്രമേഹം വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും പ്രമേഹം വരാതെ സൂക്ഷിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതിനായി നമ്മൾ എന്തൊക്കെ ചെയ്യണം? നമ്മുടെ ആഹാര രീതികളിൽ ചേഞ്ചസ് വരുത്തുക, വ്യായാമം ചെയ്യുക, പ്രമേഹമുള്ളവർ പ്രമേഹം കൺട്രോൾ ചെയ്ത് പോവുക, കോംപ്ലിക്കേഷൻസ് വരാതെ മുന്നോട്ട് പോവുക. പിന്നെ പ്രമേഹമുള്ളവർ ആദ്യമായി കണ്ടു കഴിഞ്ഞാൽ കുറേ ടെസ്റ്റുകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ രക്തക്കുഴലുകളിൽ അഫക്റ്റ് ചെയ്താൽ നമുക്ക് ബ്രെയിൻ അറ്റാക്ക് വരാം, ഹാർട്ട് അറ്റാക്ക് വരാം, ഫുഡ് അറ്റാക്ക് വരാം. എന്നാൽ ചെറിയ രക്തക്കുഴലിന് എഫക്റ്റ് ചെയ്താൽ നമുക്ക് കണ്ണിന് കാഴ്ച പോകും, കിഡ്നി ഡാമേജ് ഉണ്ടാകാം, പിന്നെ പാദങ്ങളിൽ സെൻസേഷൻ കുറയും. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു 10 ടെസ്റ്റുകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ എല്ലാ മാസവും നിങ്ങളുടെ ഫാസ്റ്റിംഗ് ഷുഗറും ആഫ്റ്റർ ഫുഡും ചെക്ക് ചെയ്യണം. അതായത് ഫാസ്റ്റിംഗ് ഷുഗർ നമ്മൾ കാലത്ത് 9 മണിക്ക് മുന്നേ ചെയ്യണം. ആഫ്റ്റർ ഫുഡ് നമ്മൾ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് 2 മണിക്കൂറിനിടയ്ക്ക് ചെയ്യണം. പിന്നെ അത് നിങ്ങളൊരു ഡയറിയിൽ എഴുതി വയ്ക്കുക. അത് കഴിഞ്ഞ് ചെയ്യേണ്ടത് HbA1c ആണ്. HbA1c എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 3 മാസത്തെ ആവറേജ് വാല്യൂ. അത് കിട്ടുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഷുഗർ കൺട്രോൾ ആയിരുന്നോ ഇല്ലയോ എന്ന്. പിന്നെ അടുത്തത് ചെയ്യേണ്ടത് ഒരു ECG ആണ്. ECG എന്തിനാണെന്ന് വെച്ചാൽ പ്രമേഹമുള്ളവർക്ക് നെഞ്ചുവേദന വരാറില്ല. ECG നോക്കുമ്പോഴായിരിക്കും പ്രമേഹം ചേഞ്ചസ് ഉണ്ടെന്ന് അറിയുന്നത്. അപ്പം നമുക്ക് അതനുസരിച്ചിട്ട് മരുന്നുകൾ കൊടുക്കാൻ സാധിക്കും. പിന്നെ ഇനി ചെയ്യേണ്ടത് എല്ലാ വർഷവും ചെയ്യേണ്ടതാണ്. അതായത് ലിപ്പിഡ് പ്രൊഫൈൽ, കൊളസ്ട്രോളിൻ്റെ ഘടകങ്ങൾ നോക്കുക. വെറും കൊളസ്ട്രോൾ നോക്കാതിരിക്കുക. അത് നോക്കിയിട്ട് യാതൊരു കാര്യമില്ല. പിന്നെ ചെയ്യേണ്ടത് കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ്, മൈക്രോ ആൽബുമിൻ, യൂറിനിലെ അതായത് കിഡ്നിക്ക് അഫക്റ്റ് ചെയ്തുകൊണ്ട് അന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചെയ്യേണ്ടത് കാലിൻ്റെ സെൻസേഷൻ നോക്കണം, കാലിന് ബ്ലഡ് ഫ്ലോ ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ ഐ എക്സാമിനേഷൻ, കണ്ണും കാലും നിങ്ങൾ വർഷത്തിലൊരിക്കൽ നിശ്ചയമായും ചെയ്തിരിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പ്രമേഹം വരാതെ സൂക്ഷിക്കുകയും അത് കോംപ്ലിക്കേഷൻസിലോട്ട് പോകാതെയും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും.